ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ SCERTയിലെ മലയാളം SCERT അഞ്ചാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലെ നമ്മളെ SCERT ടെക്സ്റ്റ് ബുക്കുകളിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൊക്കാബുലറീസ്, അതുപോലെ തന്നെ മലയാളത്തിൽ എന്തൊക്കെയാണോ പഠിക്കാനുള്ളത് അത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 5 മുതൽ 10 വരെ പഠിച്ചെടുക്കുന്ന ഒരു സീരീസാണ് കേട്ടോ. ഒരു 3 ക്ലാസ് കൊണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു സീരീസ് കഴിയുന്നുണ്ടാകും. അപ്പം 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ അതിൽ നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ഉള്ളത്, എന്തൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് അത് മുഴുവൻ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു സീരീസ് ആയിരിക്കും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഒക്കെയാണല്ലോ. ആദ്യമായിട്ട് പദപരിചയമാണ് കേട്ടോ നോക്കുന്നത്. പദപരിചയം. അന്നം ചോറ് ആഹാരം. അന്നം ചോറ് ആഹാരം. അൻപ് സ്നേഹം ദയ. അൻപ് സ്നേഹം ദയ. അല ഓളം. അല ഓളം. കാന്തി ഭംഗി ശോഭ. കാന്തി ഭംഗി ശോഭ. ചതുപ്പ് ചെളി കെട്ടിയ സ്ഥലം. ചെളി കെട്ടിയ സ്ഥലമാണ് ചതുപ്പ്. ചൂഴുക ചുറ്റും കാണപ്പെടുക. ചൂഴുക ചുറ്റും കാണപ്പെടുക. തക്കം നോക്കുക അവസരം കാത്തിരിക്കുക. തക്കം നോക്കുക അവസരം കാത്തിരിക്കുക. തിടമ്പ് എഴുന്നള്ളത്തിനുള്ള വിഗ്രഹം ബിംബം. എഴുന്നള്ളത്തിനുള്ള വിഗ്രഹം ബിംബം തിടമ്പ്. ദന്തം പല്ല്. നിലാവല നിലാവിൻ്റെ ഓളം. നിലാവല നിലാവിൻ്റെ ഓളം. നിറഭേദം നിറവ്യത്യാസം. നിറഭേദം നിറവ്യത്യാസം. പ്രാരാബ്ദം കഷ്ടപ്പാട്. പ്രാരബ്ധം കഷ്ടപ്പാട്. മണ്ണിൻ ഭൂമിയുടെ. മണ്ണിൻ ഭൂമിയുടെ. മധു തേൻ. മധു തേൻ. മുകിൽ മേഘം. മുകിൽ മേഘം. വഴക്കം ആചാരം പൂർവാചാരം. വഴക്കം ആചാരം പൂർവാചാരം. വാടി പൂന്തോട്ടം. ഇനിയും പദപരിചയം തന്നെയാണ്, നോക്കാം. അദ്വിതീയൻ. അദ്വിതീയൻ രണ്ടാമനല്ലാത്തവൻ. രണ്ടാമനല്ലാത്തവൻ ഏറ്റവും ശ്രേഷ്ഠനാണ് അദ്വിതീയൻ. അദ്വിതീയൻ. അനുഷ്ഠിക്കുക ചെയ്യുക. അനുഷ്ഠിക്കുക ചെയ്യുക. ഉദ്ഘോഷിച്ച. ഉദ്ഘോഷിച്ച ഉച്ചത്തിൽ പറഞ്ഞ പ്രഖ്യാപിച്ച. ഉദ്ഘോഷിച്ച എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ പറഞ്ഞ പ്രഖ്യാപിച്ച. കടുക്കൻ പുരുഷന്മാരുടെ ഒരിനം കർണാഭരണം. പുരുഷന്മാരുടെ ഒരിനം കർണാഭരണമാണ് കടുക്കൻ. കലശമായ വളരെ കൂടുതലായ. കലശമായ വളരെ കൂടുതലായ. കർണികയ. കർണികയ ഒരു ചെവിയിൽ നിന്നും മറ്റൊരു ചെവിയിലേക്ക് പലരായി പറഞ്ഞ്. കർണികയ ഒരു ചെവിയിൽ നിന്നും മറ്റൊരു ചെവിയിലേക്ക് പലരായി പറഞ്ഞ്. ചാരിതാർത്ഥ്യം സാഫല്യം. ചാരിതാർത്ഥ്യം സാഫല്യം. ജൈവം ജീവത്തായത്. ജൈവം ജീവത്തായത്. തിരസ്കരിക്കുക ഉപേക്ഷിക്കുക. തിരസ്കരിക്കുക ഉപേക്ഷിക്കുക. തേജസ് ശോഭ. തേജസ് ശോഭ. ദീർഘകായൻ. ദീർഘകായൻ ഉയരം കൂടിയ ശരീരമുള്ളവൻ. ദീർഘകായൻ ഉയരം കൂടിയ ശരീരമുള്ളവൻ. ധീരപ്രജ്ഞൻ ധൈര്യവും അറിവും ഉള്ളവൻ. ധീരപ്രജ്ഞൻ ധൈര്യവും അറിവും ഉള്ളവൻ. നിർനിമേഷൻ കണ്ണു ചിമ്മാത്തവൻ. നിർനിമേഷൻ കണ്ണു ചിമ്മാത്തവൻ. മന്ദസ്മിതം പുഞ്ചിരി. മന്ദസ്മിതം പുഞ്ചിരിയാണ്. രമിക്കുക ആനന്ദിക്കുക പ്രീതി ഉണ്ടാക്കുക. രമിക്കുക ആനന്ദിക്കുക പ്രീതി ഉണ്ടാവുക. വചനം വാക്ക്. സാധകം ആവർത്തിച്ചുള്ള പരിശീലനം. സാധകം ആവർത്തിച്ചുള്ള പരിശീലനം. സാഷ്ടാംഗം സാഷ്ടാംഗങ്ങളോട് കൂടി. സാഷ്ടാംഗം അഷ്ടാംഗങ്ങളോട് കൂടി. അഷ്ടാംഗങ്ങളോട് കൂടി. റാൻ ആചാരഭാഷയിൽ സമ്മതമറിയിക്കൽ. റാൻ ആചാരഭാഷയിൽ സമ്മതമറിയിക്കൽ. അടുത്തത് പദപരിചയം തന്നെയാണ്. ഇലച്ചാർത്ത് ഇലകളുടെ കൂട്ടം. ഇലവുമരം ഒരു തരം വൃക്ഷം പഞ്ഞിമരം. ഇലവുമരം ഒരു തരം വൃക്ഷം പഞ്ഞിമരം. ഏകാഗ്രമായ ഒരു കാര്യത്തിൽ തന്നെ മനസ്സ് നിർത്തിയ. കതിർ രശ്മി. കതിർ രശ്മി. കരിവാനം കറുത്ത ആകാശം. കരിവാനം കറുത്ത ആകാശം. കളഗനം. കളഗാനം മധുരമായ ഗാനത്തെയാണ് കളഗാനം എന്ന് പറയുന്നത്. കളനാദം മധുരമായ ശബ്ദം. കളനാദം മധുരമായ ശബ്ദം. ചിന്നും ചിന്നുന്ന ചിതറുന്ന. ചിന്നും ചിന്നുന്ന ചിതറുന്ന. താരം നക്ഷത്രം. താരം നക്ഷത്രം. തിങ്കൾ ചന്ദ്രൻ. തിങ്കൾ ചന്ദ്രൻ. പരർ മറ്റുള്ളവർ. പാര് ഭൂമി. പാലൊളി. പാലൊളി പാലിൻ്റെ ശോഭ അഴക്. മധു തേൻ മധുബൻ വണ്ട്. വായിക്കാവുന്ന രചനകളാണ്. തേന്മാവ് ചെറുകഥയാണ് ബഷീറിൻ്റേതാണ്. തേന്മാവ് ചെറുകഥ ബഷീർ എഴുതിയിട്ടുള്ളതാണ്. കാടിനുകാവൽ ലേഖനമാണ് സുഗതകുമാരി. കാടിനുകാവൽ ലേഖനമാണ് സുഗതകുമാരിയുടേതാണ്. കള്ളൻ ചക്കിട്ടു കവിതയാണ്. ഒളപ്പമണ്ണയുടെ കവിതയാണ് കള്ളൻ ചക്കിട്ടു. കള്ളൻ ചക്കിട്ടു ഒളപ്പമണ്ണ. പുളിമാവ് വെട്ടി ഇടശ്ശേരിയുടെ കവിതയാണ് പുളിമാവ് വെട്ടി. പുളിമാവ് വെട്ടി ഇടശ്ശേരി. ആകാശത്തിലൊരു വിടവ് സി രാധാകൃഷ്ണൻ. ആകാശത്തിലൊരു വിടവ് രാധാകൃഷ്ണൻ ചെറുകഥയാണ്. മരത്തെ സ്നേഹിച്ച മനുഷ്യൻ ലേഖനമാണ് ജോൺ സി ജേക്കബാണ്. ജോൺ സി ജേക്കബ്. അടുത്തത് പദപരിചയമാണ്. പദപരിചയം. അഖിലം. അഖിലം എല്ലാം. അഖിലം എല്ലാം.
അഭിനവം ഏറ്റവും പുതിയത്. അഭിനവം ഏറ്റവും പുതിയത്. അനുവേലം എപ്പോഴും കൂടെ കൂടെ. എപ്പോഴും കൂടെ കൂടെ എന്നുള്ളതാണ് അനുവേലം എന്നത്. അവിരളം ചുരുക്കമല്ലാത്തത്. അവിരളം ചുരുക്കമല്ലാത്തത് തുടർച്ചയായത്. അവിരളം ചുരുക്കമല്ലാത്തത് തുടർച്ചയായത്. അഴകുറ്റ ഭംഗിയുള്ള. അഴകുറ്റ ഭംഗിയുള്ള. ആത്തമോദം വർദ്ധിച്ച സന്തോഷം. ആത്തമോദം വർദ്ധിച്ച സന്തോഷം. ആഴിവീജി സമുദ്രത്തിലെ തിരമാല. ആഴിവീജി സമുദ്രത്തിലെ തിരമാല. ഉന്മാദം അമിതമായ ആഹ്ലാദം. ഉന്മാദം അമിതമായിട്ടുള്ള ആഹ്ലാദം. ഉപാസ്യർ ഭജിക്കുന്നവർ. ഉപാസ്യർ ഭജിക്കുന്നവർ. കത്തിരി കത്രിക. കത്തിരി കത്രിക. കസർത്ത് വ്യായാമം. കസർത്ത് വ്യായാമം. കളിത്തോപ്പ് കളിസ്ഥലം. കളിത്തോപ്പ് കളിസ്ഥലം. കേളി കദംബം പൊടിക്കടമ്പ് വൃക്ഷം. കേളീകദംബം പൊടിക്കടമ്പ് വൃക്ഷം. ചാരു മനോഹരം. ചാരു മനോഹരം. തവ നിന്റെ. തവ നിന്റെ. കോകിലം കുയിൽ. കോകിലം കുയിൽ. തുണ്ട് കഷ്ണം. തുണ്ട് കഷ്ണം. പരശതം നൂറിൽ പരം. നൂറിലധികം. പരശതം നൂറിൽ പരം. നൂറിലധികം. പരിചേലും ഭംഗിയുള്ള. പാദോപദാനം. പാദോപദാനം എന്ന് പറഞ്ഞാൽ പാദത്തിൽ നിന്നും വയ്ക്കുന്ന തലയണ. പാദോപദാനം പാദത്തിൽ വയ്ക്കുന്ന തലയണ. പാർശ്വയുഗ്മം രണ്ട് വശങ്ങൾ. പാർശ്വയുഗ്മം രണ്ട് വശങ്ങൾ. പ്രതിഭാപ്രഭാവം ബുദ്ധിയുടെ മഹിമ. പ്രതിഭാപ്രഭാവം ബുദ്ധിയുടെ മഹിമ. മഞ്ജിമ മനോഹാരിത. മഞ്ജിമ മനോഹാരിത. മതിമാൻ ബുദ്ധിമാൻ. മതിമാൻ ബുദ്ധിമാൻ. മഹിതാപ വർദ്ധിച്ച ശോഭ. മഹിതാപ വർദ്ധിച്ച ശോഭ. മുഖരം വലിയ ശബ്ദം. മുഖരം വലിയ ശബ്ദം. വാടി ഉദ്യാനം. വാടി ഉദ്യാനം. വിമലം പരിശുദ്ധമായത്. വിമലം പരിശുദ്ധമായത്. ശ്രീ ഐശ്വര്യം. സദനം വീട്. സ്വച്ഛാബ്ദി ശാന്തമായ സമുദ്രം. ഔപചാരികം ഉപചാരപൂർവം. ഔപചാരികം ഉപചാരപൂർവം. അജ്ഞാതം അറിയാത്തത്. അജ്ഞാതം അറിയാത്തത്. ഭീമാകാരം വളരെ വലിയ രൂപം. ഭീമാകാരം വളരെ വലിയ രൂപം. അനന്തം അവസാനമില്ലാത്തത്. അനന്തം അവസാനമില്ലാത്തത്. അസുലഭം എളുപ്പത്തിൽ കിട്ടാത്ത അപൂർവമായ. അസുലഭം എളുപ്പത്തിൽ കിട്ടാത്തത് അപൂർവമായത്. വിഹായുസ് ആകാശം. വിഹായസ് ആകാശം. മുഖാമുഖം മുഖത്തോട് മുഖമായി നേരിട്ട്. ദൗത്യം ഉദ്യമം. ദൗത്യം ഉദ്യമം. ചുമതല ഉത്തരവാദിത്തം. ചുമതല ഉത്തരവാദിത്തം. ഗർജനം അലർച്ച. ഗർജനം അലർച്ച. അത്യന്ത വിരളമായ വളരെ അപൂർവമായ. അത്യന്ത വിരളമായ വളരെ അപൂർവമായ. വിശാലം വലുപ്പം വിസ്താരം. അസഹ്യം സഹിക്കാനാവാത്തത്. ഏകാന്തതാബോധം ഒറ്റയ്ക്കാണെന്ന ബോധം. പുണ്യം കൂട്ടം. പുണ്യം കൂട്ടം. സനാത നാഥനുള്ള. സനാത നാഥനുള്ള. ആദ്യത്തെ ഒന്നാമത്തെ. തിരുമിഴി രാജാവിൻ്റെയോ ദേവൻ്റെയോ നേത്രം. തിരുമിഴി രാജാവിൻ്റെയോ ദേവൻ്റെയോ നേത്രം. അക്ഷയപാത്രം. സൂര്യൻ പാണ്ഡവർക്ക് സമ്മാനിച്ച പാത്രം. അതിൽ വിഭവങ്ങൾ ഒരിക്കലും ഒഴിയാറില്ല. വിശ്വം ലോകം പ്രപഞ്ചം. വിശ്വം ലോകം പ്രപഞ്ചം. അഷ്ടൈശ്വര്യം. അഷ്ടൈശ്വര്യം എന്നാണ് കേട്ടോ. അഷ്ടൈശ്വര്യം. യോഗസിദ്ധികൾ കൊണ്ട് ലഭിക്കുന്ന 8 അമാനുഷിക സിദ്ധികൾ. നിഷേധം വിരോധം വിലക്ക്. കനകം സ്വർണം. ഉലക് ലോകം. ശുഷ്കിച്ച ഉണങ്ങിയ. വ്യംഗ്യമായ ഒളിഞ്ഞിരിക്കുന്ന. വ്യംഗ്യമായ ഒളിഞ്ഞിരിക്കുന്ന. ഉലക് ലോകം. കാമിനി ഭാര്യ. ദൃഷ്ടാന്തം തെളിവ്. തണിയുവോളം തണുക്കും വരെ. തണിയുവോളം തണുക്കും വരെ. അരജൻ രാജാവ്. അരജൻ രാജാവ്. യാമം 7:30 നാഴിക 3 മണിക്കൂർ കൂടിയ സമയം. യാമം 7:30 നാഴിക 3 മണിക്കൂർ കൂടിയ സമയം. നെറുക തലയുടെ മധ്യം ഉച്ചി. നെറുക തലയുടെ മധ്യം ഉച്ചി. കരുണ ദയ. കരുണ ദയ. കശ്മലൻ നിന്ദ്യൻ. ഉതകുക ഉപകരിക്കുക. ഉതകുക ഉപകരിക്കുക. നിർമ്മലം പരിശുദ്ധമായത്. നിർമ്മലം പരിശുദ്ധമായത്. തിമിർക്കുക സന്തോഷം കൊണ്ട് ചാടിക്കളിക്കുക. മന്ദമണത്ത് മെല്ലെ വന്നു. മന്ദമണഞ്ഞു മെല്ലെ വന്നു. ചേതോഹരം മനസ്സിനെ അപഹരിക്കുന്നത് സൗന്ദര്യമുള്ളത്. അതിലോലം വളരെ മൃദുവായത്. പുളകം രോമാഞ്ചം. മരതകം പച്ചനിറത്തിലുള്ള രത്നം. നവരത്നങ്ങളിൽ ഒന്ന്. ചിക്കെന്ന് പെട്ടെന്ന്. ചിക്കെന്ന് പെട്ടെന്ന്. വാടി ഉദ്യാനം. വാടി ഉദ്യാനം. വനിക ഉദ്യാനം. വനിക ഉദ്യാനം. മണ്ണ് ഭൂമി. മണ്ണ് ഭൂമി. ചൊല്ലി രസിക്കാം. നീരാടിച്ചു കണ്ണെഴുതിച്ച് നെയ്യുരുളച്ചോർ മാമൂട്ടി ഊട്ടിയുറക്കി ഒരുണ്ണികളെത്താൻ കാട്ടിലെ മടയിൽ കൊണ്ടാക്കി. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെതാണ്. പെണ്ണും പുലിയും എന്നുള്ള കവിതയിൽ നിന്നുള്ളതാണ്. നീരാടിച്ചു കണ്ണെഴുതിച്ചു നെയ്യുരുളച്ചോർ മാമൂട്ടി ഊട്ടിയുറക്കി ഒരുണ്ണികളെത്താൻ കാട്ടിലെ മടയിൽ കൊണ്ടാക്കി.
പുലിയും പെണ്ണും പുലിയും എന്നുള്ള വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതയിലുള്ളതാണ്. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. ഇത് പൂതപ്പാട്ടിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയിട്ടുള്ള ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ടിൽ നിന്നുള്ള വരികളാണ്. ഇനി ആധാരം, അടിസ്ഥാനം ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ, ആഭരണഭ്രമം, ആഭരണത്തോടുള്ള അമിത താൽപര്യം, ഒഴിയാബാധ, വിട്ടുമാറാത്ത ഉപദ്രവം, താതാത്മ്യപ്പെടുക, മറ്റൊന്നിനോട് ഐക്യപ്പെടുക, ധർമ്മം, ജോലി, കടമ. പിണ്ടി പെരുന്നാൾ, വാഴപ്പിണ്ടിയിൽ വിളക്കുവെച്ച് അലങ്കരിച്ച് ആഘോഷിക്കുന്ന പെരുന്നാൾ. തൃശ്ശൂർ, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിൽ പ്രധാനം. പ്രതിബന്ധം, തടസ്സം. പ്രതിബന്ധം, തടസ്സം. മട്ടുപ്പാവ്, കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തെ തുറസായ സ്ഥലം. മിഥ്യ, യഥാർത്ഥമല്ലാത്തത്. മിഥ്യ, യഥാർത്ഥമല്ലാത്തത്. വാലായ്മ, പ്രസവവുമായി ബന്ധപ്പെട്ട അശുദ്ധി. പാഠഭാഗത്ത് മരണവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. വാലായ്മ. വിദൂഷകൻ, നാടകങ്ങളിലും മറ്റും ഹാസ്യരംഗം അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. വിളക്കമ്പലം, രാജകീയ പരസ്യം. അടുത്തത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു കവിതയിൽ നിന്നുള്ള വരികളാണ്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാപ്തി മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്നു നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശ്വനും അമ്മേ. വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ ഉപാസ്യരായുള്ളൊരു മുപാസ്യയെ. ആഴിവീചികൾ അനുവേലം വെണ്ണുരകളാൽ തൊഴികൾ പോലെ തവചാരു തൃപ്പദങ്ങളിൽ തൂവെള്ളിച്ചിലമ്പുകളടുവിക്കുന്നു തൃപ്തി കൈവരാഞ്ഞിരിപ്പു പിന്നെയും തുടരുന്നു. വള്ളത്തോൾ നാരായണ മേനോൻ്റെതാണ് പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും എന്നുള്ള ആ ഒരു വരികൾ. അരികത്തമ്പോട് വരുന്നുണ്ടമ്മ ഞാൻ കരയായി ഗോമനെ കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി ഗോമനെ വരുന്നു ഞാൻ പനിനീർ ചെമ്പക ചെറു മുള്ളേറ്റു നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽ മുട്ടുകൾ ചതഞ്ഞിതേ. കുമാരനാശാൻ്റെ ഒരു കവിതയാണ്. ഇനി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ കവിതയാണ്. ഓമനെ നീയുറങ്ങൻ മിഴി വണ്ടിണ തൂമലർ തേൻ കുഴമ്പൻ്റെ തങ്കം. അപ്പോൾ ഓമനെ നീയുറങ്ങൻ്റെ മിഴി വണ്ടിണ തൂമലർ തേൻ കുഴമ്പൻ്റെ തങ്കം. ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖമാക്കി വാടി വിയർത്ത മുഖാംബുജത്തോടെന്ന തേടി നീ അന്തിയിൽ വന്ന നേരം നിൻ കവിൾ തങ്ക കിട്ടിങ്കൽ പിഞ്ചുമ്മ എൻ കണ്ണിലുണ്ണി ഞാൻ എത്ര വച്ചു. അപ്പോൾ ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ കവിതയാണ്. ഇനി കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയാണ്. 56 അക്ഷരമല്ല 51 അക്ഷരവും എൻ്റെ മലയാളം എന്ന 4 അക്ഷരമല്ല അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ് മണ്ണ് എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. അടുത്തത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. നമുക്കത് വേണം. അത് കൊതിക്കുന്ന ആത്മാവ് എന്നിൽ സചേതനമായിരിക്കെ എനിക്ക് വാർദ്ധക്യം ഏഷില്ല. അത് അമരമാണ്. കാറ്റിന് അതിന് പറത്തിക്കളയാനാവില്ല. ആയുധങ്ങൾ മുറിക്കാനാവില്ല. അഗ്നിക്ക് ചാരമാകാനാകില്ല. ബാലഗംഗാധര തിലകിൻ്റെ 1917 ചെയ്ത ഒരു പ്രസംഗത്തിൽ നിന്നുള്ള വരികളാണ്. അപ്പം എന്താണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി കേരള ഗാനമാണ്. ബോധേശ്വരനാണ് എഴുതിയിട്ടുള്ളത്. കേരള ഗാനം. ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന് തുടങ്ങുന്ന കേരള ഗാനം രചിച്ചിട്ടുള്ളത് ബോധേശ്വരനാണ്. അടുത്ത് നോക്കാം. ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയിരുന്നത് കേളപ്പജിയായിരുന്നു. കേരള ഗാന്ധി എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ദണ്ഡിയാത്രയുടെ മാതൃകയിലാണ് കേളപ്പജി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്നുള്ള ഒരു കഥയിൽ നിന്നുള്ളതാണ്. നാം ചങ്ങല പൊട്ടിച്ച കഥ. ഇനി പദഘോഷമാണ്. ഒലി ശബ്ദം ഉൾക്കടം വർദ്ധിച്ച അനുസ്യൂതം തുടർച്ചയായ സന്തത സഹചാരി എപ്പോഴും കൂടി നടക്കുന്നവൻ ദൃഢനിശ്ചയം ഉറച്ച തീരുമാനം സത്യഗ്രഹം സത്യത്തെ ഉൾക്കൊള്ളൽ ഒരു സമരരീതി അനുയാത്ര കൂടെ യാത്ര ചെയ്യൽ സമാഗമം കൂടിക്കാഴ്ച ഒത്തുചേരൽ അഭൂതപൂർവം മുമ്പുണ്ടായിട്ടില്ലാത്തത് നാദം ശബ്ദം നരഹത്യ മനുഷ്യനെ കൊല്ലൽ പ്രതീകം അടയാളം അജയ്യത ജയിക്കപ്പെടാൻ കഴിയാതിരിക്കൽ സന്നാഹം ഒരുക്കം വിനയാന്യുതൻ വിനയത്തോടു കൂടിയവൻ നാടകീയം നാടകത്തിലെന്ന പോലെ ഗുമസ്തൻ കണക്കപ്പിള്ള ദല്ലാൾ
ഇടനിലക്കാരൻ, വികൃതമാക്കപ്പെട്ടത്, നിരുപദ്രവകാരികൾ, ഉപദ്രവം ചെയ്യാത്തവർ, തമ്പടിക്കുക, കൂടാരമുണ്ടാക്കി താമസിക്കൽ, പ്രഹരിക്കുക, അടിക്കുക, നിസ്സംഗത, ഒന്നിനോടും ചേരാത്ത അവസ്ഥ. ബാലാമണി അമ്മ 1909 to 2006 വരെയാണ് ബാലാമണി അമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. മാതൃത്വം തുളുമ്പുന്ന ലളിതസുന്ദരമായ കാവ്യശൈലി കൊണ്ട് മലയാളത്തെ സമ്പന്നമാക്കിയ കവയിത്രിയാണ്. പ്രശസ്ത കവി നാലപ്പാട്ട് നാരായണ മേനോന്റെ മരുമകളും പ്രസിദ്ധ എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ അമ്മയുമാണ്. തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്ത് ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, സരസ്വതി സമ്മാൻ എന്നിവ ലഭിച്ചിട്ടുണ്ട്. സോപാനം, മുത്തശ്ശി, മഴുവിൻ്റെ കഥ, അമ്മ, കുടുംബിനി, ലോകാന്തരങ്ങളിൽ എന്നീ കവിതാ സമാഹാരങ്ങളാണ് പ്രധാന കൃതികളായിട്ടുള്ളത്. ഇനി കെ തായാട്ടാണ്. 1927 to 2011 കാലഘട്ടം. കുഞ്ഞനന്ദൻ തായാട്ട് എന്നാണ് യഥാർത്ഥ നാമം. നാടകകൃത്ത്, കഥാകൃത്ത്, ബാലസാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രസിദ്ധൻ. കണ്ണൂർ ജില്ലയിലെ പാനൂരിലാണ് സ്വദേശം. അധ്യാപകർക്കുള്ള ദേശീയ അവാർഡ് ജേതാവാണ്. നാം ചങ്ങല പൊട്ടിച്ച കഥ നമ്മൾ നേരത്തെ വായിച്ചു അല്ലേ. നാം ചങ്ങല പൊട്ടിച്ച കഥ അത് കേളപ്പജീനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള കഥ അല്ലേ. അപ്പം അത് കെ തായാട്ടിൻ്റെതാണ്. ജനുവരി 30 എന്നീ ചരിത്രാഖ്യായികൾക്കും പുത്തൻകനി, നീലക്കണ്ണുകൾ എന്നീ കഥാസമാഹാരങ്ങൾക്കും പുറമെ നിരവധി ബാലസാഹിത്യ കൃതികളും വിവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇനി ആനന്ദ്. മനുഷ്യാനുഭവങ്ങളുടെ വ്യത്യസ്ത മേഖലകളിലൂടെ സഞ്ചരിച്ച എഴുത്തുകാരൻ. പി സച്ചിദാനന്ദൻ എന്നാണ് യഥാർത്ഥ നാമം പി സച്ചിദാനന്ദൻ എന്നാണ് ആനന്ദിൻ്റെ. 1936 തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, ഉത്തരായനം, മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധനന്റെ യാത്രകൾ, അഭയാർത്ഥികൾ, വ്യാസനും വിഘ്നേശ്വരനും, അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ, വിഭജനങ്ങൾ, പരിണാമത്തിന്റെ ഭൂതങ്ങൾ, ദ്വീപുകളും തീരങ്ങളും എന്നീ നോവലുകളും, ഒടിയുന്ന കുരിശ്, ഇര, വീടും തടവും, സംവാദം, അശാന്തം, നാലാമത്തെ ആണി, സംഹാരത്തിന്റെ പുസ്തകം, ചരിത്രകാണ്ഡം എന്നീ കഥാസമാഹാരങ്ങളും, ശവഘോഷയാത്ര, മുക്തിപദം എന്നീ നാടകങ്ങളും ഇടവേളകളിൽ എന്ന ലേഖന സമാഹാരവുമാണ് പ്രധാന കൃതികളായിട്ടുള്ളത്. ഇനി തകഴി ശിവശങ്കരപിള്ളയാണ്. 1912 to 1999 കാലഘട്ടം. മലയാളത്തിലെ പ്രസിദ്ധ നോവലിസ്റ്റും കഥാകൃത്തും സമൂഹത്തിൽ താഴേക്കടയിലുള്ളവരുടെ ജീവിതം പച്ചയായി ആവിഷ്കരിച്ച എഴുത്തുകാരിൽ പ്രമുഖനാണ്. ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു. പല നോവലുകളും ചലച്ചിത്രമായിട്ടുണ്ട്. ചെമ്മീൻ എന്ന നോവൽ ഇന്ത്യയിലെയും വിദേശത്തെയും ഒട്ടുമിക്ക ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. ജ്ഞാനപീഠം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, പത്മഭൂഷൺ ബഹുമതികൾ ലഭിച്ചു. പ്രധാന കൃതികൾ: കയർ, ചെമ്മീൻ, രണ്ടിടങ്ങൈ, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, ചുക്ക്, തെണ്ടിവർഗം, 5 പെണ്ണുങ്ങൾ, നുരയും പതയും, പെണ്ണ്, ബലൂണുകൾ, ആകാശം, അനുഭവങ്ങൾ, പാളിച്ചകൾ തുടങ്ങി 34ഓളം നോവലുകളും, അടിയൊഴുക്കുകൾ, ഒരു കുട്ടനാടൻ കഥ, നിത്യകന്യക, ഇൻക്വിലാബ്, ഘോഷയാത്ര, പ്രതിജ്ഞ, ചരിത്ര സത്യങ്ങൾ, ഞാൻ പിറന്ന നാട് തുടങ്ങി 17ഓളം കഥാസമാഹാരങ്ങൾ, അമേരിക്കൻ തിരശീല, യാത്രാവിവരണം, എൻ്റെ വക്കീൽ ജീവിതം, ഓർമ്മയുടെ തീരങ്ങളിൽ, ആത്മകഥകൾ. ഇനി പദകോശമാണ്. കളം നെല്ലുമാന്തിയെടുക്കുന്നതിനുള്ള സ്ഥലമാണ് കളം എന്ന് പറയുന്നത്. കള പായ്പുല്ലുകളാണ്. കനവ് സ്വപ്നം. പൊലി നെൽക്കൂമ്പാരം മെതിച്ചുകൂട്ടിയ നെല്ലാണ് പൊലി എന്ന് പറയുന്നത്. പൊലിമ വർധന. സൂക്ഷ്മം കണിശം. ജന്മി ജന്മാവകാശമുള്ളവൻ, ഭൂമി പാട്ടത്തിന് കൊടുത്ത് മിച്ചവാരം വാങ്ങുന്നവൻ. പട്ടാളക്കാരൻ, ജന്മികളിൽ നിന്നും ഭൂമി പാട്ടക്കാരനാണ്. ജന്മിയിൽ നിന്നും ഭൂമി പാട്ടത്തിനെടുത്ത് നികുതി കൊടുത്ത് താമസിക്കുന്നവരാണ്. നിവൃത്തി, തൃപ്തികരമായ അവസാനം. ശബ്ദമുഖരിതം, ഒച്ച കൊണ്ട് മുഴങ്ങുന്ന. ചൈതന്യം, ജീവശക്തി. സ്പർശം, തൊടൽ. ലവണം, ഉപ്പ്. ചക്രവാളം, കണ്ണെത്തുന്നിടം, ആകാശവും ഭൂമിയും കൂട്ടിമുട്ടുന്നതായിട്ട് തോന്നുന്ന ഇടമാണ് ചക്രവാളം. അടുത്തത് വഴിവാണിഭക്കാർ. വഴിയരികിലെ കച്ചവടക്കാർ. പണ്ടം, ആഭരണം, ഭക്ഷണവസ്തു. കൈക്കുടന്ന, കൈക്കുമ്പിൾ, നേദിക്കുക, അർപ്പിക്കുക, നിവേദിക്കുക. പൈത്യം, ഭോഷത്വം, ഭ്രാന്ത്. കലമ്പുക, കോപിക്കുക, ശകാരിക്കുക. തിടമ്പ്, ബിംബം, എഴുന്നള്ളിപ്പിനുള്ള വിഗ്രഹം. 6 നദി, പുഴ. പോർനിലം, യുദ്ധക്കളം. സാർത്ഥകം, അർത്ഥത്തോടു കൂടിയത്. ഭാണ്ഡം, മാറാപ്പ്. കച്ചൻ, കറുത്തവൻ, ചെറ്റ്, അല്പം. പി വത്സല മനുഷ്യന്റെ വേദനകളും സ്വപ്നങ്ങളും കഥകളിലേക്ക് ആവാഹിച്ച എഴുത്തുകാരിയാണ് പി വത്സല. 1938 കോഴിക്കോട്ട് ജനിച്ചു.
കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഗൗതമൻ, മരച്ചോട്ടിലെ വെയിൽച്ചീളുകൾ, മലയാളത്തിന്റെ സുവർണകഥകൾ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും, മൈഥിലിയുടെ മകൾ, ആദിജലം, നെല്ല്, കൂമൻകൊല്ലി, വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ, പോക്കുവെയിൽ, പൊൻവെയിൽ എന്നിങ്ങനെ പ്രധാന കൃതികളായിട്ടുണ്ട്. ഇനി സച്ചിദാനന്ദൻ. ലോക കവിതയുടെ പുതുതാരകൾ മലയാള കവിതയിൽ സമന്വയിപ്പിച്ച കവികളിൽ പ്രമുഖനാണ് സച്ചിദാനന്ദൻ. നിരൂപകൻ, വിവർത്തകൻ എന്നീ നിലകളിലും പ്രസിദ്ധൻ. 1946 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ, സച്ചിദാനന്ദന്റെ കവിതകൾ, ദേശാടനം, ഇവനെ കൂടി, കയറ്റം, സാക്ഷ്യങ്ങൾ, അപൂർവം, വിക്ക്, മറന്നുവെച്ച വസ്തുക്കൾ, വീടുമാറ്റം, മലയാളം, കവിബുദ്ധൻ. വള്ളത്തോൾ നാരായണ മേനോൻ 1878 1958. മലയാളത്തിലെ ആധുനിക കവിത്രയത്തിലൊരാളാണ്. മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്തിലാണ് ജനിച്ചത്. ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കവിതകളും ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. കഥകളിയുടെ പുനരുദ്ധാരണത്തിനായി കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് നേതൃത്വം വഹിച്ചു. വാൽമീകി രാമായണം, ഋഗ്വേദം, ശാകുന്തളം എന്നീ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയുണ്ടായി. പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. ചിത്രയോഗം, ബദിരവിലാപം, ഒരു കത്ത്, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിഷ്യനും മകനും, അച്ഛനും മകളും, മഗ്ദലന മറിയം, കൊച്ചു സീത, ഗണപതി, സാഹിത്യമഞ്ജരി, 11 ഭാഗങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ. പി. കേശവദേവ്. ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിച്ച കഥാകൃത്താണ്. പറവൂരാണ് ജന്മസ്ഥലം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓടയിൽ നിന്ന്, അയൽക്കാർ, അധികാരം, ഭ്രാന്താലയം, ആദ്യത്തെ കഥ, ആർക്കുവേണ്ടി, വിൽപ്പനക്കാരൻ തുടങ്ങിയ നോവലുകളും, യമുന ഏകാഗ്രമായി ഒഴുകുന്നു, ഭാവി വരൻ തുടങ്ങിയ കഥാസമാഹാരങ്ങളുമാണ് പ്രധാന കൃതികൾ. എതിർപ്പ്, തിരിഞ്ഞുനോട്ടം എന്നിവ ആത്മകഥകളും എഴുതിയിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ. 18-ാം നൂറ്റാണ്ടിൽ ജനിച്ച കുഞ്ചൻ നമ്പ്യാരെ മലയാളത്തിൻ്റെ മഹാകവിയും ഹാസ സാഹിത്യ ചക്രവർത്തിയുമായ സാഹിത്യലോകം ആദരിക്കുന്നത് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടാണ്. അദ്ദേഹം ജനിച്ച കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനം ഇന്ന് കുഞ്ചൻ നമ്പ്യാർ സ്മാരകമായി നിലകൊള്ളുന്നു. കല്യാണ സൗഗന്ധികം, സ്യാമന്തകം, ഘോഷയാത്ര, കിരാതം, നളചരിതം, ബാലി വിജയം, കീചകവധം തുടങ്ങി 64ഓളം തുള്ളൽ പാട്ടുകളും, ശ്രീകൃഷ്ണ ചരിതം, മണിപ്രവാളം, 24 വൃത്തം മുതലായ കാവ്യങ്ങളുമാണ് പ്രധാന കൃതികൾ. പദകോശം. ഓട, അഴുക്കുചാൽ. ഓട, അഴുക്കുചാൽ. സ്തബ്ധം, നിശ്ചലം. സ്തബ്ധം, നിശ്ചലം. കളങ്കം, അഴുക്ക്, കറ, കുണ്ഠിതം, പരവശത, സാക്ഷി, നേരിട്ടു കണ്ടറിഞ്ഞവൻ, അനുഗമിച്ചു, കൂടെ പോയി, പിന്തുടർന്നു. നിർദോഷമായ, ദോഷമില്ലാത്ത, കാലെ, നേരത്തെ, പുലർക്കാലത്ത്. പൈക്കറ, പശുവിൻ്റെ കറക്കൽ. പൈക്കറ, പശുവിനെ കറക്കൽ. വ്രാതം, കൂട്ടം. വ്രാതം, കൂട്ടം. പേർത്തും പിന്നെയും. പേർത്തും പിന്നെയും. അണച്ചു, അടുപ്പിച്ചു. പുണർന്നു, കെട്ടിപ്പിടിച്ചു. പ്രീതി, സന്തോഷം. ചേലുറ്റ, അഴകുറ്റ. നറും, പുതിയ. ചെന്തൊണ്ടി, തൊണ്ടിപ്പഴം. ചെറ്റ്, അല്പം. പാലഞ്ചും, പാലിനെ തോൽപ്പിക്കുന്ന. പാലിനെ തോൽപ്പിക്കുന്ന. തഞ്ചിടുന്നു, തങ്ങി നിന്നിടുന്നു. സാദരം, ആദരവോടെ. ഏവം, ഇപ്രകാരം. സരോജം, താമരപ്പൂവ്. വേദിയവന്മാർ, ബ്രാഹ്മണർ. മുത, സന്തോഷത്തോടെ. കെടാതെ, വളയാതെ, കോട്ടം കൂടാതെ. തഞ്ചത്തിൽ, തക്ക സമയത്ത്. മഹീതതലം, ഭൂതലം, ഭൂമി. മൗലി, ശിരസ്. കുംഭം, കുടം. ഉത്തുംഗം, ഉയർന്നത്. ശൃംഗം, മുകളറ്റം. പത്തനം, പട്ടണം. പങ്ക്തി, കൂട്ടം. അച്ചസ്ഫടികം, സ്ഫടികം പോലെ തെളിഞ്ഞത്. സ്വച്ഛം, നിർമ്മലമായത്. കച്ചം, വെള്ളം കെട്ടി നിൽക്കുന്നതായ പ്രദേശം. പിട്ടല്ല, കള്ളമല്ല. ഫോക്ലോർ നിഘണ്ടു ഡോക്ടർ M.V. വിഷ്ണു നമ്പൂതിരി. മാർഗംകളി ഡോക്ടർ ചുമ്മാർ ചുണ്ടൽ. മാർഗംകളി ഡോക്ടർ ചുമ്മാർ ചുണ്ടൽ.
കുമ്മാട്ടി ഡോക്ടർ ചുമ്മാർ ചുണ്ടൽ, കാക്കാരശ്ശി നാടകം ജി ഭാർഗവൻ പിള്ള, കേരള സംസ്കാര ചരിത്ര നിഘണ്ടു എസ് കെ വസന്തൻ, സർവവിജ്ഞാനകോശം. കെ ടി മുഹമ്മദ് 1927-2008 മഞ്ചേരിയിൽ ജനിച്ചു. പ്രവർത്തന രംഗം കോഴിക്കോടായിരുന്നു. നാടകരംഗത്ത് നിരന്തരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി തൻ്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയ നാടകകാരനാണ് കെ ടി എന്ന രണ്ടക്ഷരത്തിലൂടെ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലധികവും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഊരും പേരും ഇതു ഭൂമിയാണ്, കാഫർ, നാൽക്കവല, അസ്ഥിവാരം, മേഘസന്ദേശം, വെളിച്ചം, വിളക്ക് അന്വേഷിക്കുന്നു, ചുവന്ന ഘടികാരം, അപരിചിതൻ, കടൽപ്പാലം, തുറക്കാത്ത വാതിൽ, സംഗമം, സൃഷ്ടി, സ്ഥിതി, സംഹാരം, സാക്ഷാത്കാരം, ദീപസ്തംഭം, മഹാശ്ചര്യം തുടങ്ങിയ നാടകങ്ങളും മാംസപുഷ്പങ്ങൾ എന്ന നോവലും, കണ്ണുകൾ ചിരിക്കുന്ന കത്തി എന്നീ കഥകളും, കണ്ടം വെച്ച കോട്ട്, അച്ഛനും പാപ്പയും, കടൽ പാലം, രാജഹംസം തുടങ്ങിയ തിരക്കഥകളും രചിച്ചിട്ടുണ്ട്. ജി കുമാരപിള്ള 1932-2000. വള്ളത്തോളിൻ്റെ ചങ്ങമ്പുഴയുടെയും കാവ്യ പാരമ്പര്യത്തെ ആധുനിക കവിതയുമായി ബന്ധിപ്പിച്ച കവിയാണ്. കോട്ടയം ജില്ലയിലെ വെന്നിമലയാണ് ജന്മസ്ഥലം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അരളിപ്പൂക്കൾ, മരുഭൂമിയുടെ കിനാവുകൾ, ഓർമ്മയുടെ സുഗന്ധം, കവിത, സപ്തസ്വരം എന്നിവയാണ് പ്രധാന കവിതാ സമാഹാരങ്ങൾ. ഡി വിനയചന്ദ്രൻ 1946-2013 ആധുനിക കവികളിൽ പ്രമുഖൻ. നമ്മുടെ നാടോടി ഗാനങ്ങളുടെ പാരമ്പര്യവും ലോക കവിതയുടെ പുതുധാരകളും സമന്വയിപ്പിച്ചവയാണ് വിനയചന്ദ്രൻ്റെ കവിതകൾ. കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറെ കല്ലടയിലാണ് ജനിച്ചത്. കേരളം സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നരകം ഒരു പ്രേമകവിത എഴുതുന്നു, ദിശാസൂചി, കായിക്കരയിലെ കടൽ, വീട്ടിലേക്കുള്ള വഴി, സമയമാനസം, സമസ്ത കേരളം PO കവിതാ സമാഹാരങ്ങൾ. പൊടിച്ചി, ഉപരിക്കുന്ന് നോവലാണ്. പേരറിയാത്ത മരങ്ങൾ, കഥകൾ എന്നീ കൃതികൾ പുറമെ നിരവധി വിദേശ കവിതകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഡി വിനയചന്ദ്രൻ. ശിഥിലം, തകർന്നത്, അഴഞ്ഞത്, നിയോഗം, നിശ്ചയം, ഏർപ്പെടുത്തൽ, അഭ്യാസപരത, പരിശീലന തികവ്, പ്രതിഭ, ബുദ്ധിവിശേഷം, ജന്മനായുള്ള കഴിവ്, രൂഢമൂലം, വേരുറച്ച, ജലതരംഗം, ഒരു സംഗീതോപകരണം, പ്രകടം വെളിവാക്കപ്പെട്ടത് വിശദമായി, സാംസ്കാരികം, സംസ്കാരത്തെ സംബന്ധിച്ചത്, ഉദാരം, ദാനശീലമുള്ള, മൂകൻ, നിശബ്ദൻ, ഊമ, താവകം അങ്ങയുടെ നിന്റെ, ലീനൻ ലയിച്ചവൻ, സർവവും എല്ലാം, വിസ്മരിക്കുക, മറക്കുക, അനാഥാസ്യം, അനധമായ ആസ്യം, താഴ്ത്തിയ മുഖം, ദിവ്യം, ദൈവത്വമുള്ളത്, പ്രദക്ഷിണം, വലത്തോട്ടുള്ള ചുറ്റിനടത്തം, വലം വെപ്പ്, മാമകം, എനിക്കുള്ളത്, എൻ്റേതായ, അമേയം, അളവില്ലാത്ത, ബടജനങ്ങൾ, പടയാളികൾ, വടിവിയന്ന, സുന്ദരമായ, ചാരു, സുന്ദരമായ, ചിതം, യോഗ്യം, ചേർച്ച, ഹിംസം, വധം, പീഡനം, പ്രതിനിധീകരിക്കുക, പകരക്കാരനാവുക, പരദേശി, അന്യദേശക്കാരൻ, വശ്യം, വശീകരിക്കുന്ന, സാദൃശ്യം, സമാനമായ, ഒരുപോലെയുള്ള, കലമ്പുക, കോപിക്കുക, പ്രമാണി, പ്രധാനി. റോസ്മേരി പ്രശസ്ത കവയിത്രിയും പത്രപ്രവർത്തകയുമാണ്. 1956 ജൂൺ 22 കാഞ്ഞിരപ്പള്ളിയിൽ ജനിച്ചു. വാക്കുകൾ ചേക്കേറുന്നിടം, വേനലിൽ ഒരു പുഴ, ചാഞ്ഞു പെയ്യുന്ന മഴ, വൃശ്ചികക്കാറ്റ് വീശുമ്പോൾ, ഇവിടെ ഇങ്ങനെയുമൊരാൾ എന്നിവയാണ് പ്രധാന കൃതികൾ. ജി ശങ്കരപ്പിള്ള ഇന്ത്യയിലെ നാടക മിഷണറി എന്ന് വിളിക്കാവുന്ന നാടക പ്രചാരകനായിരുന്നു പ്രൊഫസർ ജി ശങ്കരപ്പിള്ള. നാടകരചന, സംവിധാനം, അഭിനയം, ദീപക്രമീകരണം, സംഗീതം, ചമയം, രംഗസാമഗ്രികളുടെ നിർമ്മാണം എന്നിങ്ങനെ നാടകത്തിൻ്റെ സമസ്ത മേഖലകളും അദ്ദേഹത്തിന് സ്വായത്തമാണ്. ചിറയിൻ കീഴിൽ ജനിച്ചത്. കേരള സാഹിത്യ അക്കാദമി അംഗം, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ,
സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രഥമ ഡയറക്ടർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. 1967 നാടകകളരി പ്രസ്ഥാനം തുടങ്ങി. തനത് നാടകവേദിയുടെ പ്രചാരകനായിരുന്നു. കുട്ടികളുടെ നാടകവേദി, തെരുവ് നാടകവേദി എന്നിവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. 11 നാടകങ്ങൾ എഴുതി. അവയുടെ സമാഹാരമാണ് പ്ലാവിലത്തൊപ്പികൾ. കൂടാതെ സ്നേഹദൂതനും, വിലങ്ങും വീണയും, മൃഗതൃഷ്ണ, ബന്ദി, പൂജാമുറി, ഭരതവാക്യം, കറുത്ത ദൈവത്തെ തേടി എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത രചനകളാണ്. മനോജ്ഞം മനോഹരം, ഫലഭൂയിഷ്ഠം, ഏറ്റവും കൂടുതൽ ഫലം തരുന്ന, സച്ചരിതൻ, നല്ല നടപ്പുള്ളവൻ, നല്ല ചരിത്രമുള്ളവൻ, വിളംബരം, രാജകീയ പരസ്യം, ആഗതൻ, വന്നുചേരുന്നവൻ, അതിഥി, ഉറുമാൽ, കൈലേസ്, വിഷാദവാൻ ദുഃഖിതൻ, ഏകാഗ്രത, ഒരു കാര്യത്തിൽ തന്നെയുള്ള ശ്രദ്ധ, വീതി, വഴി, ഇമ്പം, സന്തോഷം, നിഗൂഢം, മറഞ്ഞിരിക്കുന്നത്, വശ്യം, വശപ്പെടുത്താവുന്ന, പള്ളം, താണഭൂമി, തമാലവനം, ഇരുണ്ട കാട്, പ്രതിധ്വനി, മാറ്റൊലി, ഭ്രമിച്ചു, മനസ്സിളകി, ദീർഘനിശ്വാസം, നെടുവീർപ്പ്, ചെറുകിറ, ചൊരിയുന്ന, ആയിരവല്ലി, ഒരു കാട്ടുദേവത, പുരോഭാഗം, മുൻഭാഗം, പടുതി, കിടപ്പ്, അവസ്ഥ, പടുതി, കാട്ടുതീ, മൂവന്തി, ത്രിസന്ധ്യ, പ്രതിപത്തി, ഇഷ്ടം, സ്നേഹം, താൽപ്പര്യം, കൂജനം, പക്ഷികളുടെ കൂക്കു ശബ്ദം. ഡോക്ടർ APJ അബ്ദുൽ കലാം. പ്രമുഖ ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ഇദ്ദേഹം 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. ശുഭപ്രതീക്ഷയുള്ള ഒരു പരിശ്രമശാലി എന്ന നിലയിൽ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന തരത്തിൽ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. 1931 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത്. ഭാരതരത്നം ബഹുമതി ലഭിച്ചിട്ടുണ്ട്. അഗ്നിച്ചിറകുകൾ പ്രധാന കൃതിയാണ്. ഉള്ളൂർ S. പരമേശ്വരയ്യർ 1877 1949 മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽ ഒരാളാണ്. ബഹുഭാഷാ പണ്ഡിതനും സാഹിത്യ ഗവേഷകനും വാഗ്മിയുമായിരുന്നു. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു. കൊച്ചി മഹാരാജാവിൻ്റെ കവിതിലകൻ ബിരുദം, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ റാവു ബഹദൂർ സ്ഥാനം, കാശി വിദ്യാപീഠത്തിൻ്റെ സാഹിത്യഭൂഷൺ എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. ഉമാകേരളം മഹാകാവ്യമാണ്. പിങ്കള, ചിത്രശാല, കർണഭൂഷണം, ഭക്തിദീപിക, ചിത്രോദയം, മിഥ്യാപവാദം, ആകർഷഭൂമി, ആത്മചൈതന്യം, ശരണോപഹാരം, ചൈത്രപ്രഭാവം, ഖണ്ഡകാവ്യങ്ങൾ, അരുണോദയം, ദീപാവലി, തപ്തഹൃദയം, കൽപ്പശാഖി, തരംഗിണി, തരഗ്നമാല, താരാഹാരം, കിരണാവലി, അമൃതധാര, ഹൃദയകൗമുദി, മണി മഞ്ജുഷ കവിതാ സമാഹാരങ്ങൾ, വിജ്ഞാനദീപിക 4 വാല്യങ്ങൾ, ഗദ്യകലിക, വിതുരഭിക്ഷ, ഗദ്യഗതികൾ. കേരള സാഹിത്യ ചരിത്രം 5 വാല്യങ്ങൾ ഗവേഷണ ഗ്രന്ഥമാണ്. തുടങ്ങിയ പ്രധാന സാഹിത്യ സംഭാവനകളാണ്. കെ. ദാമോദരൻ BA. 1900 1964 പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്ന മയ്യനാടാണ് ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രത്തിന് പുറമെ ഇന്ദിര, ഓമന തുടങ്ങിയ ചില നോവലുകളും ഓർമ്മകൾ പുറത്ത് എന്ന കഥാസമാഹാരങ്ങളും രചിച്ചിട്ടുണ്ട്. വിക്ഷേപകം, അയക്കൽ, അങ്കുരിപ്പിച്ചു, മുളപ്പിച്ചു, സസൂക്ഷ്മം, ശ്രദ്ധയോടുകൂടി, രേഖ, പ്രമാണം, പ്രാപ്തൻ, കഴിവുള്ളവൻ, ഉദ്യമം, പരിശ്രമം, കിരണം, രശ്മി, നാഗം, സ്വർഗം, കൽമുടി, രത്നകിരണം, സൂനം, പൂവ്, ആർദ്രത, അലിവ്, നനവ്, കന്തളങ്ങൾ, മുളകൾ, തളിരുകൾ, ശ്വേതങ്ങൾ, വെളുപ്പു നിറമുള്ളവ, ശീതങ്ങൾ, തണുപ്പുള്ളവ, പൂതങ്ങൾ, ശുദ്ധിയുള്ളവ, വന്ധ്യ, ഫലമില്ലാത്തത്, ആതിഥ്യം, അതിഥി സൽക്കാരം, ആദി, ദുഃഖം, അർഘ്യം, പൂജയ്ക്കായുള്ള ജലം, ചൂഴുക, ചുറ്റുക, വളയുക, സ്വച്ഛം, ശുദ്ധമായത്, ഭഞ്ജുഷകൾ, മനോഹരമായ അലങ്കാരങ്ങൾ, വിൺമങ്ക, മാലാക, അപ്സരസ്, ദേവസ്ത്രീ, ക്ഷുദ്രം, അല്പം, നീചമായത്, വിത്തം, ധനം, ഗൃഹസ്ഥൻ, വീട്ടുകാരൻ, മുഹൂർത്തം, നല്ല നേരം, യഥാസ്ഥാനം, തക്ക സ്ഥാനം, ദക്ഷിണം, തെക്ക്, പുരുഷാരം, ആൾക്കൂട്ടം, അലൗകികം, അസാധാരണമായ ലോകസ്ഥിതിയെ കവിഞ്ഞ,
അണിനിരക്കുക, അണിനിരയായി ചേർന്ന് നിൽക്കുക, അടിയന്തിരം, ആഘോഷം മുടക്കാൻ വയ്യാത്ത ചടങ്ങ്, ആജ്ഞാപിക്കുക, കൽപ്പിക്കുക. എസ് കെ പൊറ്റക്കാട് 1913 to 1982 വരെയാണ് കാലഘട്ടം. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ച ലളിതസുന്ദരമായ ഭാഷയിൽ ആവിഷ്കരിച്ച കഥാകൃത്താണ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച യാത്രാ വിവരണ കരാർ. മുഴുവൻ പേര് ശങ്കരൻകുട്ടി. കുഞ്ഞിരാമൻ പൊറ്റക്കാട്. കോഴിക്കോട് ജനിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ ലോകസഭാംഗമായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, തുഞ്ചൻ സ്മാരക സമിതി എന്നിവയുടെ നേതൃസ്ഥാനമേറ്റിട്ടുണ്ട്. ജ്ഞാനപീഠം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ: ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം തുടങ്ങി 10ഓളം നോവലുകൾ. ചന്ദ്രകാന്തം, രാജമല്ലി, പുള്ളിമാൻ, ജലതരംഗം, ഇന്ദ്രനീലം തുടങ്ങി 19ഓളം കഥാസമാഹാരങ്ങൾ. ബാലിദ്വീപ്, മലയാ നാടുകളിൽ, ഇന്തോനേഷ്യൻ ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, സോവിയറ്റ് ഡയറി, യൂറോപ്പിലൂടെ, ബൊഹീമിയൻ ചിത്രങ്ങൾ, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, നൈൽ ഡയറി, കൊയ്റോ കത്തുകൾ, നേപ്പാൾ യാത്ര, കാശ്മീർ യാത്രാ സ്മരണകൾ, ഹിമാലയ സാമ്രാജ്യത്തിൽ സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ, എൻ്റെ വഴിയമ്പലങ്ങൾ, പൊന്തക്കാടുകൾ, സ്മരണ. മാധവൻ അയ്യപ്പത്ത് സംഗീതാത്മകവും ലളിതവുമായ ഭാഷയിൽ ജീവിതത്തിൻ്റെ അർത്ഥമന്വേഷിക്കുന്ന കവിതകളാണ് മാധവൻ അയ്യപ്പത്തിൻ്റേത്. 1943 തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കിളിമൊഴികൾ, ജീവചരിത്രക്കുറിപ്പുകൾ എന്നീ കവിതാ സമാഹാരങ്ങളാണ് പ്രധാന കൃതികൾ. NP മുഹമ്മദ് 1928 to 2003 ജീവിതാനുഭവങ്ങൾ സുതാര്യമായി ആവിഷ്കരിച്ചുകൊണ്ട് മലയാള കഥാസാഹിത്യ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരൻ. കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്ങരയിൽ ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കണ്ണ്, ഹിരണ്യകശിപു, എണ്ണപ്പാടം, മരം നോവലുകൾ, നല്ലവരുടെ ലോകം, തൊപ്പിയും തട്ടവും, പ്രസിഡന്റിൻ്റെ മരണം, മെഴുകുതിരികൾ കഥകൾ, പുകക്കുഴലും സരസ്വതിയും, മാരിവില്ലിൽ തീ, വീരരസം, CV കൃതികളിൽ. അവർ 4 പേർ, നാവുമുറിഞ്ഞ കിളി എന്നിവയാണ് പ്രധാന കൃതികൾ. കൂടാതെ MT യോടൊപ്പം ചേർന്ന് അറബിപ്പൊന്ന് എന്ന നോവലും രചിച്ചിട്ടുണ്ട്. ജലപാതം, വെള്ളച്ചാട്ടം, അനർഗളം, തടവ് കൂടാതെ, അനസ്യൂതം, ഇടവിടാതെ, ആരവം, ശബ്ദം, സ്വകീയം, സ്വന്തമായിട്ടുള്ള, പടലം, കൂട്ടം, സമൂഹം, നിഗൂഢത, രഹസ്യം, ഊർജ്ജസ്വലത, പ്രസരിപ്പ്, ദണ്ട്, വടി, സ്തംഭം, തൂണ്, ഹിംസ്രമൃഗം, ദുഷ്ടമൃഗം, കൊന്നു തിന്നുന്ന മൃഗം, ക്രീഡ, കളി. സരസ്, പൊയ്ക, കയം, ജലാശയത്തിൽ ആഴമുള്ള സ്ഥലം, വിരളുന്നു, ഭയപ്പെടുന്നു. പ്രതീതി, തോന്നൽ, ഉഷസ്, പ്രഭാതം, വനി, തോപ്പ്, വനം, പൊളി, തുണ്ട്, നീരദം, മേഘം, നിന്ദ, ആക്ഷേപം, അപമാനിക്കൽ, അല്ല്, രാത്രി, മരീചി, രശ്മി, അല്ലൽ, സങ്കടം, ഹൃദന്തം, ഉള്ള്, ഫുല്ലം, വിടർന്നത്, കാന്തി, ശോഭ, തെല്ല്, അല്പം, കാമ്യം, വിഗ്രഹിക്കത്തക്ക, പണ്ടികശാല, ചരക്കുകൾ ശേഖരിച്ചു വയ്ക്കുന്ന സ്ഥലം, മയ്യത്ത്, മൃതശരീരം, അട്ടി, കൂട്ടം, അടുക്ക്, ചതുപ്പ്, ചെളികെട്ടിയ സ്ഥലം. നീരോളം, വെള്ളത്തിലെ ഓളങ്ങൾ, നൂണ്ട്, നുഴഞ്ഞ്, തിരപ്പം, ഇലകെട്ട്, ചങ്ങാടം, നിജപ്പെടുത്തുക, നിശ്ചയിക്കുക, ചെറുപുളി, ചെറിയ ഉളി, ആളത്തം, അളക്കൽ, ഭാഗധേയം, ഭാഗ്യം, ജന്മാന്തര കർമ്മം. ത്രികാലങ്ങൾ, 3 കാലങ്ങൾ, ഭൂതം, വർത്തമാനം, ഭാവി. പ്രചോദനം, പ്രേരണ, ആവിഷ്കാരം, വെളിപ്പെടുത്തൽ, പ്രകാശിപ്പിക്കൽ. അകൃഷ്ടം, ആകർഷിക്കപ്പെട്ട, നിസ്സീമം, അതിരില്ലാത്ത, സമാഹരിക്കുക, കൂട്ടിച്ചേർക്കുക, ധ്യാനശീലൻ, ഒരേ ചിന്തയിൽ മാത്രം ഒഴുകിയിരിക്കുന്നവൻ, ത്രസിക്കുക, ഭയപ്പെടുക, പരിണാമം, മാറ്റം, ഉപായം, മന്ത്രം, യുക്തി, തന്ത്രം. പദപരിചയം,
അകളങ്കം എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത, മലിനമല്ലാത്ത, കുറ്റമറ്റ. അകായിൽ വീടിനകത്ത്, അക്ഷമ ക്ഷമയില്ലായ്മ, അജ്ഞായം അറിയപ്പെടാത്തത്, അണിയറ ആട്ടക്കാരും നാടകക്കാരും വേഷ കെട്ടുന്ന സ്ഥലം, അണിയാനുള്ള അറ. അണിയം വള്ളത്തിൻ്റെ മുൻഭാഗം, അന്തരം ഉൾഭാഗത്തുള്ളത്, അന്തരം ഉൾഭാഗത്തുള്ളത് വ്യത്യാസം. അഭിലഷണീയം ആഗ്രഹിക്കാത്തത്, അരങ്ങ് നടനവേദി, അഭിനയസ്ഥാനം വേദി. അവബോധം അറിവ്, അസ്തിത്വം നിലനിൽപ്പ് ഉണ്ടെന്നുള്ള സ്ഥിതി സത്യാവസ്ഥ. ആകാംക്ഷ ഉത്കണ്ഠ അറിയാനുള്ള ആഗ്രഹം. ആത്മലാഭം സ്വയം സംസാരം. ആത്മീയം ആത്മാവിനെ സംബന്ധിച്ചത്, തന്നെ സംബന്ധിച്ചത്. ആധുനികം പുതിയത്. ആരാമം പൂങ്കാവ്, കളിക്കാനുള്ള ഇടം. ആസ്വാദ്യം ആസ്വദിക്കാത്തത്, ആസ്വദിക്കത്തക്കത്. ഈടിക്കൂടി ഒരുമിച്ചുകൂടി. ഈശൽ അല്പം സംശയം. ഉത്തരവാദിത്തം ചുമതല, ഉത്തരവാദി എന്ന സ്ഥിതി. ഉൾക്കിടിലം മനസ്സിൻ്റെ കിടുക്കം. ഏകദാനം ഒരേ തരത്തിലുള്ള കലമ്പുക, കോപിക്കുക, കലഹിക്കുക. കഴ വള്ളം ഊന്നുന്ന കോല്, കഴ. കിമോണ ജപ്പാൻകാരുടെ പരമ്പരാഗത വസ്ത്രം. കുറിയ നീളം കുറഞ്ഞ. കോറ് കീറൽ. ഖേദം ദുഃഖം, സങ്കടം, വ്യസനം. ഗദ്ഗദം സന്തോഷം കൊണ്ടോ ദുഃഖം കൊണ്ടോ തൊണ്ട ഇടറിയുണ്ടാകുന്ന ശബ്ദം, ഇടറിയ ശബ്ദം. ഗോപനം മറച്ചുവെക്കൽ. ചെന്തളിർ ചമന്ന തളിർ. ചേതന ജീവൻ. ഛേദം നഷ്ടം, ഹാനി, നാശം. ജാഗ്രത ശ്രദ്ധ, സൂക്ഷ്മം, ഉണർന്നിരിക്കൽ. ജാള്യം ഭോഷത്വം, ബുദ്ധിയില്ലായ്മ. തണ്ണീർ വെള്ളം. ദീപ്തി അഴക്, തേജസ്. ദൃശ്യം കാഴ്ച. ദേഹണ്ടക്കാർ വേല ചെയ്യുന്നവർ, ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവർ. ധ്രുവദീപ്തി ധ്രുവപ്രദേശങ്ങളിലെ അന്തരീക്ഷത്തിൽ ദൃശ്യമാകുന്ന പ്രഭാവിശേഷം. ധ്രുവൻ വടക്കുദിക്കിൽ സ്ഥിരമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രം. നയമ്പ് തുഴ. നവം പുതിയത്. 9. നിഷ്ക്രമിക്കുക പുറത്തു പോകുക, വെളിയിൽ വരിക, പുറപ്പെടുക. പരമാർത്ഥി പരമാർത്ഥമുള്ളവൻ. പരിതസ്ഥിതി ചുറ്റുപാട്. പരിദേവനം കരച്ചിൽ, വിലാപം. പരോക്ഷം മറഞ്ഞിരിക്കുന്നത്, അക്ഷിയിൽ നിന്നും ദൂരത്തേക്ക്. പ്രഥമം ഒന്നാമത്തേത്, ആദ്യത്തേത്. പ്രബുദ്ധം നല്ല പോലെ ഉണർന്ന, ബോധമുള്ള, പാണ്ഡിത്യമുള്ള. ഭദ്രം കരുതൽ, ഉറപ്പ്. മൂകം സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ, മൗനം. മെത്തുക വർദ്ധിക്കുക, ഉയരുക, നിറയുക. യവനിക തിരശീല, വിതാനം, അലങ്കാരം. വിളംബരം പരസ്യം, രാജകീയ പരസ്യം. വിശാലത വിസ്താരം, വീതി, വലുപ്പം. വിഷണ്ണൻ വിഷാദിച്ചവൻ, വ്യസനിച്ചവൻ, ഉത്സാഹമില്ലാത്തവൻ. വ്യാഖ്യാതാവ് വ്യാഖ്യാനിക്കുന്നവൻ. വ്രണം മുറിവ്, പുണ്ണ്. സമന്വയം പരസ്പര ബന്ധം, ക്രമം, സംയോഗം. സമവായം കൂട്ടം, കലർപ്പ്, സംയോഗം. സമൃദ്ധി ഐശ്വര്യം, ക്ഷാമമില്ലായ്മ, വർധന. സവിശേഷം വിശേഷ ഗുണങ്ങളോട് കൂടിയത്. സാഹസം ക്ഷമ വിട്ടുള്ള പ്രവൃത്തി, ആലോചന കൂടാതെയുള്ള പ്രവൃത്തി, അതിധൈര്യം. സാംക്രമിക രോഗം പകരുന്ന രോഗം. സംഭ്രമം പരിഭ്രമം, ഹർഷം മുതലായ നിമിത്തം ഉണ്ടാകുന്ന ബന്ധപ്പാട്. സൃഷ്ടാവ് സൃഷ്ടിക്കുന്നവൻ.